ഹായ് ഓൾ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നമ്മൾ പശുവിനെ കറക്കുന്ന വീഡിയോ ആണ് ഇടുന്നത്. കൂടെ അമ്മയാണ് പശുവിനെ ഇന്ന് കറക്കാൻ പോണേ. കുറച്ച് പിള്ളേർ പശുവിനെ ശല്യപ്പെടുത്തുന്നുണ്ട്. കൂടെ ഞാനും ക്യാമറയും കൊണ്ട് നിൽപ്പുണ്ട്. പശു അമ്മയെ തൊഴിക്കുമോയെന്നൊന്നും അറിയില്ല. പശുക്കളുടെ മുമ്പ് ഇങ്ങനെ നിൽക്കുന്നൊന്നും പശുവിന് ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഫുഡ് കൊടുക്കുമ്പോൾ അവർ അതിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കൂലേ. അപ്പോൾ നമ്മൾ നന്നായി ക്ലീൻ ചെയ്തിട്ട് എണ്ണ തൂത്തിട്ടാണ് പശുവിനെ കറക്കാൻ പോകുന്നത്. ഇത് കറുത്ത പശുവിനെയാണ് നമ്മൾ കറക്കുന്നത്. കറുത്ത പശുവിൻ്റെ പേരാണ് മറിയാമ്മ. അമ്മേൻ്റെ പശുവാണ്. അപ്പോൾ അമ്മേൻ്റെ പേര് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഈ ചുമന്ന പശുവാണ് മണിക്കുട്ടി. ഞങ്ങൾ പുറമേ നിന്നൊരു സ്ഥലത്തു നിന്ന് മേടിച്ചതാണ്. അപ്പം അവരിട്ട പേര് തന്നെ ഞങ്ങൾ തുടർന്ന് വിളിക്കുന്നു. അവൾ പ്രഗ്നൻ്റാണ്, 9 മാസമായി. അതാണ് അവൾക്ക് പാലില്ല, അവളെ കറക്കുന്നില്ല. കുഞ്ഞുണ്ടാകുന്നതേ ഉള്ളൂ. അവളുടെ മുഖം ഇങ്ങനെ കറുത്തു പോയതിൻ്റെ കാരണം നല്ല സുന്ദരിയായിരുന്നു. ബട്ട് എന്ത് ചെയ്യാം, പ്രഗ്നൻസിയിൽ അവളുടെ രൂപം മാറി, നിറം മാറി, വെളുത്തവരൊക്കെ കറുത്തു. അത് തന്നെ അത് കുറച്ച് പാലേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കടയുണ്ട്. അപ്പോൾ കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാലെടുക്കുന്നത്. പുറമെ സൊസൈറ്റി കൊടുക്കാൻ പാലില്ല. ഈ പശുവിനൊരു 4 പിള്ളേരൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പറ്റുകറവയാണ്. ആളുടെ വേറെ കുഞ്ഞുണ്ടാകുന്നില്ല. ചെറിയൊരു പ്രശ്നമുണ്ട്. അത് HF ആണ്. അപ്പം അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട് പശുവിന്. പശുവിനെ കറക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. കാണാനല്ല, കറക്കാനും താല്പര്യമാണ്. പക്ഷെ ഞങ്ങളെല്ലാം ഇരുത്തി കറക്കണ ഇച്ചിരി സമയമെടുക്കും. അപ്പം പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് പശുവിനെ കുളിപ്പിക്കുക, തീറ്റിക്കുക. പുല്ല് എത്താൻ എല്ലാവർക്കും മടിയുണ്ട്. പുല്ലിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. കാടിവെള്ളം എടുത്തുകൊണ്ട് കൊടുക്കും. അപ്പം കുറേ കൊച്ചുമക്കളും ഉണ്ട്. 4 പേരുണ്ട്. ഇപ്പം 4 പേരും പശുവിനെ കറക്കുന്നത് കാണാൻ വന്നേക്കാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. എല്ലാവരും കമൻസ് പറയണം. ഞാൻ കറക്കുന്ന വീഡിയോ വേണമെങ്കിൽ അതും സജസ്റ്റ് ചെയ്യണം. എങ്കിലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ പശുക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടുണ്ട്. അതാണ് കൊക്ക്. ഒരു കൊക്കിന് നിങ്ങൾക്ക് കാണാൻ 2 പേർക്കും ഓരോന്ന് വീതം ഉണ്ടായിരുന്നു. അപ്പം പുല്ല് തിന്നാനും എവിടെ പോയാലും പശുവിൻ്റെ കൂടെ ഉണ്ടാവും. കുറേ കാലമായിട്ട് അവർ കാണുന്നില്ലായിരുന്നു. അതാണ് ഈച്ചയൊക്കെ പശുവിൻ്റെ മുഖത്തൊക്കെ ഉള്ളത്. നമ്മൾ തൊഴുത്ത് എത്ര ക്ലീൻ ചെയ്താലും ചാണകക്കുഴി അടുത്തുള്ളതുകൊണ്ട് ഈച്ചയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ വേറെ മരുന്നൊക്കെ അടിക്കുമ്പോൾ പശുവിന് കണ്ണിലും മൂക്കിലൊക്കെ പോകില്ലേ. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ആളുകളാണ് കൊക്ക്. അവർ പശുവിനെ വൃത്തിയായിട്ട് അങ്ങോട്ട് സൂക്ഷിച്ചോളും. നമ്മൾ ഈച്ചയും കൊതുകും വരാതിരിക്കാൻ ജസ്റ്റ് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും കാര്യമില്ല. പശു കണ്ടില്ല ഇങ്ങനെ മുഖം ആട്ടുന്ന ചെവിയൊക്കെ. അപ്പോൾ ഈച്ചയൊക്കെ വന്നിട്ടാണ്. പക്ഷേ ഞങ്ങളിവിടെ ഉള്ളതുകൊണ്ട് കേട്ടോ കൊക്ക് വരാത്ത. അല്ലെങ്കിൽ കൊക്ക് വന്നിട്ട് പശുവിൻ്റെ മുഖത്ത് കയറിയിട്ട് എല്ലാ ഈച്ചേനെയും പിടിച്ചു തന്നോളും. കൊക്ക് വയലിൽ പോകാറേ ഇല്ല. ഓരോരുത്തർക്കും ഓരോരുത്തർ വിധമുണ്ട്. മറ്റവൻ എവിടെയോ പോയേക്കാണ്, കണ്ടില്ല. ചിലപ്പം ഈ തൊഴുത്തിൻ്റെ മേളിൽ കയറിയിരിപ്പുണ്ടാവും. അതാണ് അവനെ കാണാത്ത. അപ്പോൾ അവൻ്റെ പശുക്കളുടെ മേത്തുള്ള വട്ടനെയും ഈച്ചേനെയും കൊതുകിനെയും എല്ലാത്തിനെയും നോക്കിയിരുന്ന് പിടിക്കും. നല്ല രസമായിട്ടത് കാണാൻ. ഇച്ചിരി സമയമെടുത്ത് മെല്ലെ പതിയെ നല്ല ക്ഷമയോടെ പോയിട്ട് ഒരൊറ്റ പിടുത്തം. അങ്ങനെയാണ് അവരെ കഴിക്കുന്നത്. കൊക്കിരിക്കുന്ന ഒരു ഡെമോ വെച്ച മാതിരിയേ നമുക്ക് തോന്നത്തുള്ളൂ. ഒരു അനങ്ങാത്തൊരു പ്രതിമ പോലെ. നമുക്ക് മെല്ലെ ഒന്ന് പോയി കൊക്കിനൊന്ന് ഇളക്കി നോക്കാം, അനങ്ങുമോയെന്നറിയാലോ. ഓടിച്ച് വിട്ടാൽ ചിലപ്പോൾ അവർ പേടിച്ച് പോട്ടോ. അപ്പം നമ്മൾ ആ ഭാഗം നോക്കാതെ മെല്ലെ നടന്നാൽ മതി. കണ്ട് അവരെ ശ്രദ്ധിക്കുന്നത് മനസ്സിലായാൽ അവർ മൂവ് ചെയ്യും. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ തൊട്ടടുത്ത് പോയി നിന്നാലും അതിനെങ്ങാനും കഴുത്തെ പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. നമുക്ക് നോക്കാം.
ഞാൻ മെല്ലെ സൗണ്ടൊന്നും ഇല്ലാതെ നടന്നു പോവാണ്. കൊക്കിന് മെല്ലെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കൊക്കിൻ്റെ അടുത്തോട്ടാണ് പോകുന്നതെന്ന്. ഉണ്ടോ, അത് വേഗം പോകുന്നുണ്ട്. പശുവിൻ്റെ മേത്ത് കയറി ഇരുന്നിട്ടുണ്ട്. ഞാൻ തിരിച്ച് പോകുന്നു. വെറുതെ അതിനെ പേടിപ്പിച്ച് ഓടിച്ച് വിട്ടിട്ടാണ്. നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ അടുത്തോട്ടാണോ എന്ന് വിചാരിച്ചിട്ട് അത് പോവുക. അവർ കുറേ കാലമായിട്ടുള്ള പിള്ളേരെ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചാലും ഞാൻ സമ്മതിക്കില്ല കേട്ടോ. പക്ഷേ പിള്ളേർക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ദേഷ്യം പിടിക്കുമ്പോഴേ അങ്ങനെ കാണിക്കുള്ളൂ. കാക്കേനെ ഓടിക്കുന്ന കൂട്ടത്തിൽ അതിനെ ഓടിക്കുന്നത്. പക്ഷെ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കൊക്കിനെ തൊട്ടടുത്ത് കാണാൻ. ഇപ്പം അങ്ങനെയൊന്നും കാണാറില്ലല്ലോ. ഇങ്ങനത്തെ പശുവിനെ തന്നെ കാണണേ വീട്ടിൽ പോകണം. അപ്പോൾ ഞങ്ങൾ മെല്ലെ കറവ ഏകദേശം ഫൈനൽ സ്റ്റേജ് എത്താനായിട്ടുണ്ട്. അമ്മയ്ക്ക് കാലുവേദനയുണ്ട്. അത് അമ്മ ഇത്ര പയ്യെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അമ്മ 5 മിനിറ്റ് കൊണ്ട് പശു കറക്കും. ഇത് വീഡിയോ 6 മിനിറ്റായില്ലേ. പശുവിന് അമ്മയ്ക്ക് കാലുവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത്രയും നേരം എടുക്കുന്നത് പശുവിനെ കറക്കാൻ. അല്ലെങ്കിൽ എളുപ്പം കറക്കും. ഞങ്ങൾ ഒത്തിരി സമയം എടുക്കും കേട്ടോ. കറക്കും. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും പശുവിനെ കറക്കും. 5 ആളും പശുവിനെ കറക്കും. പിന്നെ പപ്പയ്ക്കാണ് ഒരു മടിയൊക്കെ ഉള്ളത്. പിന്നെ ഏറ്റവും ഇഷ്ടം അനിയത്തിയാണ്. അവൾ ആ ചെറിയ ചുവന്ന പശുവിനെ നന്നായിട്ട് കറക്കും. ഈസി ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എല്ലാ കാര്യങ്ങളും എന്ന് പറയും. പക്ഷേ എനിക്ക് കംഫർട്ട് വലിയ പശു കേട്ടോ. അപ്പോൾ കംഫർട്ട് എന്ന് പറയാൻ പശുവിനെ തൊഴിയൊക്കെ പേടിയുണ്ട്. എന്നാലും കറക്കും. പിന്നെയും തീരെ പാല് കിട്ടാത്തത് ചേച്ചിക്ക് കേട്ടോ. മൂത്ത ക്രിസ്റ്റിക്ക് ഒട്ടും കിട്ടില്ല. അവളൊരു മടിച്ചിയാണ്. അതുകൊണ്ട് അവൾ അതിന് ട്രൈ ചെയ്യില്ല. പിന്നെ ഞാൻ അമ്മ വീട്ടിലില്ലെങ്കിലൊക്കെ ഒന്ന് നോക്കും. നല്ല പാലുള്ള പശുവൊക്കെ ഉണ്ടെങ്കിൽ പശു ബിസിനസ് ലാഭമാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ അതുപോലെ വർക്ക് ചെയ്യാൻ ആൾ വേണം. ഒരാൾ തന്നെ പെട്ടെന്ന് വയ്യാതായാലും മറ്റൊരാൾ അതിനെ നോക്കണം. നമുക്കിങ്ങനെ വേറെ എവിടെയെങ്കിലും അങ്ങനെ കറങ്ങി നടക്കാനും പോകാനൊന്നും പറ്റില്ല. വീട്ടിൽ കൃത്യസമയത്ത് ആളുണ്ടാവണം. ഇവർക്ക് തീറ്റ കൊടുക്കണം. നമുക്ക് പിന്നെ വെള്ളവും പുല്ലൊക്കെ അടുത്ത് കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിലൊക്കെ. ഇപ്പോൾ പശു കറവ മേഖലയിലോട്ട് ആരും അങ്ങനെ ഇറങ്ങി വരാത്തൊരു കാലഘട്ടമാണ്. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും വളരെ കുറച്ച് ആളുകൾ മാത്രമേ പാലളക്കുന്നുള്ളൂ. പണ്ട് ഫാം നടത്തിയവരൊന്നും ഇപ്പോൾ ഒട്ടുമില്ല, നടത്തുന്നേ ഇല്ല. അവർ ഹിന്ദിക്കാരെയൊക്കെ വെച്ച് പണിയെടുപ്പിച്ച് ഫാമൊക്കെ ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ തലമുറയിൽ ആർക്കും അതിനോടും താല്പര്യമില്ലാതെ കൃഷിയെ വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഒരു തീരുമാനം. ഞങ്ങളുടെ ഏരിയയിലൊരു 1 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ വേറെ ആർക്കും പശുവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പശുവിനെ ഒഴിവാക്കണം എന്നുള്ളൊരു തോട്ട്സ് ഇല്ല. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് നമ്മൾ ആ ചുമന്ന പശുവിനെ നിർത്തിയിട്ട് കറുത്തേനെ മെല്ലെ കൊടുത്താലോ എന്നൊരു ചെറിയ പ്ലാനുണ്ട്. പാലുള്ളതിനെ കൊടുത്താലോ എന്ന്. മറ്റേന് കുഞ്ഞുണ്ടായി വരണേ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ സമയം അമ്മയ്ക്ക് റെസ്റ്റ് കിട്ടുമല്ലോ. അതാണ് അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നത്.